അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് 10 മണിപ്പൂക്കളെ കുറിച്ചൊന്ന് കാണാം. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് 10 മണിപ്പൂക്കളോട് വലിയൊരു ക്രേസും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതും ഈ പറഞ്ഞ പോലെ ഒരു സീസണൽ ഫ്ലവർ ആണല്ലോ. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ 10 മണിപ്പൂക്കളായിട്ടൊരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എല്ലാം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 മണിപ്പൂക്കളെ ജസ്റ്റ് ഒന്ന് ആ വെയിലത്തുനിന്ന് മാറ്റി. കാരണം വെയിലത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് വെയിലത്തു നിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തണലത്തേക്ക് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ അടുത്ത് 10 മണിപ്പൂക്കളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നല്ല ഭംഗിയിൽ എനിക്ക് പറഞ്ഞു തരുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു പ്ലാന്റ് നഴ്സറി ഉണ്ട്. വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അധികം പ്ലാന്റ്സൊക്കെ മേടിക്കാറ്. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ ഈ ഒരു മിക്സഡ് കളേഴ്സ് 10 മണിപ്പൂക്കളെ കണ്ടു. ഇത് കണ്ടോ, യെല്ലോ, താഴത്തെ ഫുൾ ഇത് യെല്ലോ ആണ്. പിന്നെ നടുവിൽ നമുക്ക് പിങ്കും ആ ഒരു യെല്ലോവിൻ്റെ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിയപ്പോൾ ചെറിയൊരു തണ്ടായിട്ടാണ് കേട്ടോ വാങ്ങിയത്. വളരെ ചെറിയൊരു തണ്ടായിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ തന്നെ അത് കുറേ കട്ടിങ്സ് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്താണത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. 10 മണീൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു പിങ്കിൽ തന്നെ ഇതും ആ ഒരു യെല്ലോ ആൻഡ് പിങ്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇതിൻ്റെ കളറും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടതും ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും സെയിം അല്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ സത്യം പറഞ്ഞാലുള്ളത് 1, 2, 3, 4, 5 കട്ടിങ്സാണ് 10 മണിയുടെ ചെടികളാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. സത്യം പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മദർ പ്ലാന്റ് ഇതായിരുന്നു. ഇതിലുള്ള കളറെന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ എല്ലാ 10 മണിയുടെയും ഇലകൾ ഒരേപോലെയല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കണ്ടോ, ചെറിയൊരു അൺവാണ്ടഡ് പ്ലാന്റ്, ഒരു പുല്ല് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും നമ്മളൊരു ചെടി നടുന്ന സമയത്ത് ഇങ്ങനെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള പുല്ല് ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് കളയണം. അല്ലെങ്കിൽ അത് നമ്മളുടെ നമ്മൾ വെച്ച പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു മദറായിരുന്നു. ഇതിൻ്റെ ഇല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഇങ്ങനെ വളരെ മെലിഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്. ഓക്കെ. അപ്പോൾ എല്ലാ 10 മണിയുടെയും ഇല ഈ ഒരു പാറ്റേണിലല്ല നമുക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതിലുള്ള കളർ ഓറഞ്ചാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് ഞാൻ വെച്ചത് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു കട്ടിങ് ഞാൻ ഇതേപോലെ പറിച്ച് വെച്ച് ഒരുപാട് സത്യം പറഞ്ഞാൽ മദർ പ്ലാന്റിനെക്കാട്ടും ഒരുപാട് ഞാൻ വെച്ച ചട്ടിയിലേക്ക് വന്നു. ഇതിൻ്റെ ഒരു കളറ് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് വരിക. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് ആകുമ്പോഴത്തേനും 10 മണി വാടും, അറിയാലോ. അപ്പം ഞാനിത് ഏതാണ്ട് ആ ഒരു ഈവനിങ് ടൈമാണ് എടുക്കുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒന്ന് ചുങ്ങി. പക്ഷേ ഭയങ്കര ക്രിംസൺ ഓറഞ്ച് എന്നൊക്കെ പറയും, അത്തരത്തിലുള്ളൊരു കളറാണ്. കണ്ടോ, ഈ ഒരു കളറാണ് വരിക. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ വെറൈറ്റി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടല്ലോ, ഈ മെലിഞ്ഞ ടൈപ്പാണ്. ഇപ്പം നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു ചെടി, ഇതിൻ്റെ ഇല നോക്കിക്കേ. ഇതിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് ഞാൻ സൂമിൻ ചെയ്യാം. കണ്ടോ, കുറച്ച് പരന്ന ഇലയാണ്. അപ്പോൾ എല്ലാ 10 മണിക്കും ഒരേ ടൈപ്പ് അല്ല സത്യം പറഞ്ഞാൽ. ഇതും ഞാൻ കട്ടിങ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മദർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതായിരുന്നു. അപ്പോൾ ഇതിന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചതാണ് ഇത്. ഒരുപാട് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് തന്നെ ഇഷ്ടം പോലെ 10 മണി പിടിപ്പിച്ചെടുക്കാം. ഓക്കെ. ഇതിൻ്റെ മിക്സായിട്ട് നിങ്ങൾക്ക് ചെടീൻ്റെ താഴെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ സോയിൽ മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി. ഇതാണ് ഒരുവിധം എൻ്റെ സോയിൽ മിക്സ്. ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന സോയിൽ മിക്സ് എന്ന് പറയുന്നത് മണൽ, അതുപോലെ തന്നെ മണ്ണ്, ചാണകപ്പൊടി. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി മിക്സായിട്ടാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ്. നല്ല വെയിൽ വേണം 10 മണി ചെടികൾക്ക്, ഞാൻ പറയേണ്ട കാര്യമില്ല. തണലത്ത് 10 മണി പൂക്കൾ ഒരിക്കലും
പൂക്കൾ തരില്ല, നന്നായിട്ട് ഗ്രോവും ചെയ്യില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള 10 മണിപ്പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വെയിലത്ത്, നല്ല തെറിച്ച വെയിലത്തിന്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ആ ഭാഗത്ത് തന്നെ നിങ്ങൾ പൂക്കൾ കൊണ്ട് വെക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് നന്നായി പൂക്കളായി കിട്ടും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കട്ടിങ്സും എടുത്ത് എനിക്ക് പുതിയ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ഒരുപാട് കട്ടിങ്സ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തുരുതുരാ നമുക്ക് ഇഷ്ടം പോലെ 10 മണിപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ പൂക്കൾ പ്രതീക്ഷിക്കരുത്. ഒരുവിധം എല്ലാ പൂക്കൾ തരുന്ന ചെടികളും മഴക്കാലമാവുന്ന സമയത്ത് നമുക്ക് പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ 10 മണീൻ്റെയും അവസ്ഥ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെയാണ്. മഴക്കാലത്ത് നമുക്ക് പൂക്കളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മഴക്കാലത്ത് ഉണ്ടാവില്ല, പക്ഷേ ബാക്കി ഒരു 7-8 മാസം നല്ല പൂക്കൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10 മണീൻ്റെ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച ആ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റീപോട്ടിങ്, ഞാൻ എൻ്റെ പോട്ടിംഗ് മിക്സ് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു റീപോട്ടിങ് ആൻഡ് എങ്ങനെ നമുക്കിത് ചെയ്യാം ലൈവായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണിത് വേറെ ഇതിലേക്ക് നമ്മൾ നടുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ 3 ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചസിന് തൊട്ട് താഴെയായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇതൊരു കട്ടിംഗ് ആണ്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതായത് ജസ്റ്റ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഇവിടെ കണ്ടോ, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടല്ലാണ്ട് ഇങ്ങനെ ചെരിഞ്ഞൊന്ന് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിൽ പിടിച്ച് കിട്ടും, ഒന്ന് ചെരിഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്രാഞ്ചസ് വരുന്ന അതിന് തൊട്ട് താഴെയായിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടിയും കട്ടിങ്സ് ഈ പ്ലാന്റിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇതാ ഒരുപാട് കട്ടിങ്സ് ഉണ്ട്. പൂവ് ഇട്ട് നിൽക്കുന്നതാണ്, കുഴപ്പമില്ല. ഇതേപോലെ ഓരോന്നായിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ചിലതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റും ബാലൻസ് ആയിക്കോളും. പുതിയതായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ എവിടേക്കാണ് ഒരുപാട് ബ്രാഞ്ചസ്, ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഏതൊക്കെ ഭാഗത്തുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കട്ടിങ്സ് എടുക്കാം. ചില ഭാഗങ്ങൾ ഇതേപോലെ സിംഗിൾ തണ്ടായിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, ഇതും കട്ട് ചെയ്യാം, കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിയുന്നതും ബ്രാഞ്ചസ് കട്ട് ചെയ്യണം നല്ലത്. അപ്പം ഇങ്ങനെ എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇത്രയും എനിക്കിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത കട്ടിങ്സ് ആണ്. ഇപ്പോൾ ഇത്രയും ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. 1 2 3 4 5 6 7 8 9 10 ഒരു 10ഓളം കട്ടിങ്സ് എനിക്ക് ആ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ കിട്ടി. ഓക്കെ, കണ്ടോ, ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനി റീപോട്ടിങ് എങ്ങനെയാണെന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേപോലൊരു ചെറിയ ചട്ടിയായാലും കുഴപ്പമില്ല, വലിയ ചട്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലൊരു ചട്ടി എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് നമ്മളുടെ നോർമൽ റെഡ് സോയിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നോർമൽ റെഡ് സോയിലാണ്. കുറച്ച് ഗ്രേവൽസും ചരലൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഒരുപാട് ചരലും കല്ലുകളൊന്നും പാടില്ല. ചെറുതായിട്ട് ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു റെഡ് കളർ സോയിൽ. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു തരി പോലെ പൊടിച്ച ചാണകപ്പൊടി. ഇത്രയും ഫൈൻ പൗഡേഴ്സ് ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും ഫൈനായി പൊടിച്ച ചാണകപ്പൊടി നമുക്ക് നഴ്സറിയിൽ തന്നെ കിട്ടും. ഓക്കെ, ബൾക്കായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചൊരു നമ്മൾ കൈ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2 പിടിയൊക്കെ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മണലാണ്. കണ്ടോ, ഇതിൽ പ്യുവർ വൈറ്റ് കളർ മണലും ഉണ്ട്, അങ്ങനെ ഒരു ചെറിയൊരു ആഷ് കളർ ആയാലും കുഴപ്പമില്ല, മണൽ. അപ്പോൾ മണലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഫില്ലാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഫസ്റ്റ് ലെയർ ഞാൻ കൊടുത്തത് മണ്ണ്, പിന്നെ ചാണകപ്പൊടി, പിന്നെ മണൽ. ഇതെല്ലാം എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് വല്ല ടൂളോ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് കട്ട് ചെയ്ത നമ്മളുടെ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുഴിക്കുക, ഒന്ന് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്യുക. കണ്ടോ? ഒരുപാട് വെള്ളം നിങ്ങൾ ഏത് ചെടിയാണെങ്കിലും ഏത് ദിവസമാണോ നിങ്ങൾ പോട്ടിങ് ചെയ്യുന്നത് ആ ദിവസം ഒരുപാട് വെള്ളം ഒഴിച്ച് അതിനെ നിർത്തരുത്. ജസ്റ്റ് ഒരു മീഡിയം വെള്ളം മാത്രം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ദിവസം ഒരു ലൈറ്റ് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ 10 മണിയുടെ പോട്ടിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോട്ടിങ് നമുക്ക് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു പോട്ടിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4-5 കട്ടിങ്സ് വരെ നമുക്കൊരു ഇതിൽ വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു കൂട്ടം 10 മണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും 10 മണിയുടെ വീഡിയോ, അതായത് പോട്ടിങ് വീഡിയോ ആണെങ്കിലും ജസ്റ്റ് 10 മണിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു ഫ്ലവറാണ്, നന്നായിട്ട് പൂക്കുന്ന ഒരു ഫ്ലവറാണ്. ജസ്റ്റ് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പൂക്കൾ കുറയും, പക്ഷേ ഭയങ്കര ഭംഗി തരുന്ന ഒരു ഫ്ലവറാണ് 10 മണി പൂക്കൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.